ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം തക്കത്തിൽ ഉപയോഗിപ്പിൻ എന്നാ വചനം പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ദിനങ്ങളെ എണ്ണുവാൻ തക്കമുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം നമ്മൾ പ്രാപിക്കണം. ക്രിസ്തുവിലായ ശേഷം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടയാണ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കഴിക്കുക, സ്വർഗീയമായ കാര്യങ്ങളിൽ തന്നെ മനസ്സുറപ്പിക്കുക, ഉയരത്തിലെ കാര്യങ്ങൾ തന്നെ അന്വേഷിക്കുക, ഇതൊക്കെ ഒരു വിശുദ്ധൻ്റെ കർത്തവ്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് തൻ്റെ വചനത്തിലൂടെയാണ്. ഇന്ന് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചോ അല്ലെങ്കിൽ ഇന്ന് സ്വപ്നങ്ങളിലൂടെയൊന്നുമല്ല കർത്താവ് സംസാരിക്കുന്നത്, വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പം ഈ വചനത്തിൽ സകല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, യെശയ്യാ പ്രവചനം 34:16 വായിക്കുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിലൊന്നും ഉണ്ടാകാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. ഒരു വാക്യമല്ല, അനേക വാക്യങ്ങൾ. അതിലൂടെ കാര്യങ്ങളെ ദൈവം നമുക്ക് ഉറപ്പിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചന പഠനം നമുക്ക് എത്രയോ അനിവാര്യമാണ്. മനുഷ്യനെ തികഞ്ഞവനാക്കി നിർത്തുന്ന ഒരേ ഒരു കാര്യം തിരുവചനമാണ്. അതുകൊണ്ടാണ് 138-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം തൻ്റെ നാമത്തേക്കാൾ അധികം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഇന്നും അനേകർക്കും ദൈവവചനത്തിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ അവർക്ക് വളരാനായിട്ട് കഴിയില്ല. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവവചന പഠനം, ധ്യാനം അത് വളരെ അനിവാര്യമാണ്. അതിലൂടെയാണ് നമുക്ക് യഥാർത്ഥമായും ക്രിസ്ത്യാനിരൂപരായി തീരുവാൻ കഴിയുന്നത്. ഇത് ജീവൻ്റെ അപ്പമാണ്. അതുകൊണ്ട് നാം എന്ത് ഭക്ഷിക്കുന്നോ നാം അങ്ങനെ ആയിത്തീരും. ഓരോ ദിവസവും കർത്താവിനെ ഭക്ഷിക്കുന്ന അനുഭവമാണ് നമ്മൾ ദൈവവചന പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവ് ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, മാറുന്ന മുഖങ്ങൾ എന്നുള്ളതാണ്. മാറുന്ന മുഖം നമുക്കറിയാം, ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖം. ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖം. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ഏകദേശം അവരുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരിക്കൽ മുഖത്തിലൂടെ പറ്റും, ശബ്ദത്തിലൂടെ പറ്റും. അല്ലെ, ഒരിക്കൽ വളരെ ജ്ഞാനിയായ സോക്രട്ടീസ് എന്ന മഹാനായ ആ മനുഷ്യൻ ഒരു യൗവനക്കാരനായ പയ്യനോട് പറഞ്ഞു, മോനെ, നീ ഒന്ന് സംസാരിച്ചേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. അപ്പോൾ സംസാരത്തിലൂടെ ആ പൈതലിനെ കാണാനായിട്ട് സോക്രട്ടീസിന് കഴിയും. നോക്കുക, അപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മളുടെ മുഖത്തിൻ്റെ ആ ഭാവത്തിലൂടെ നമുക്ക് അനേക കാര്യങ്ങൾ പഠിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗമാണ്. Proverbs chapter 15 verse 13 first part. അവിടെ വായിക്കുന്നത്, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് മുഖത്ത് നിഴലിക്കും. അല്ലേ, ഹൃദയത്തിൽ ദുഃഖമാണെങ്കിൽ അത് ഉടനെ തന്നെ മുഖത്ത് നിഴലിക്കും.
എന്ത് വന്നാലും അതിന് വലിയ പണ്ഡിതനാകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, വലിയ ജ്ഞാനിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. സാമാന്യ രീതിയിൽ പോലും സാമാന്യ ജനത്തിന് പോലും അത് പഠിച്ചെടുക്കാൻ കഴിയും. നോക്കുക, ഇവിടെ തിരുവചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. മുഖത്തിനൊരു പ്രത്യേക ചൈതന്യം. അതിന് നമ്മൾ കുട്ടിക്കുറ പൗഡറോ പോൺസ് പൗഡറോ ഒന്നും വേണ്ട. നമുക്ക് സന്തോഷമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ആ മുഖത്ത് അത് നെല്ലിക്കും വളരെ ശോഭയുള്ളവനായി കാണാൻ പറ്റും. അതിൻ്റെ തന്നെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിൻ്റെ 15-ാം വാക്യം, അതിൻ്റെ ബി പാർട്ട്, സന്തുഷ്ട ഹൃദയനോ നിത്യ ഉത്സവം. സന്തുഷ്ട ഹൃദയന് നിത്യ ഉത്സവം. അത് വളരെ വിലപ്പെട്ട കാര്യമല്ലേ? സന്തുഷ്ട ഹൃദയൻ. നമുക്ക് യഥാർത്ഥമായും തൃപ്തിയായി ജീവിക്കാൻ കഴിയുന്നൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അത് വളരെ അവൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് പറഞ്ഞത്? നിത്യ ഉത്സവം എന്ന് പറഞ്ഞത് സാമാന്യ നിലയിലുള്ള ഒരു അനുഭവമല്ല, വലിയ ഉത്സവ പ്രതീതിയാണ്. നിത്യം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്കറിയാം, സകലം എല്ലാത്തിലും അധികം നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളണമെന്നാണ്. കാരണം ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു എന്ന് നമ്മൾ ഇതേ സദൃശ്യവാക്യം 4:23 വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം അത് സന്തോഷമാണോ? ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് തിരുവചനം. നമുക്കറിയാം, നമ്മൾ തിരുവചനം വായിക്കുമ്പോഴത്തേക്കും കാണുന്നത്, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന അനുഭവം, അതിനെക്കുറിച്ച് ഇരിമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഉണ്ടോ? ഈ വചനം യഥാർത്ഥമായും ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെപ്പോഴും സന്തോഷിക്കാൻ പറ്റും. കാരണം ഇത് സത്യവചനമാണ്, ഇത് നിർമ്മല വചനങ്ങളാണ്. അപ്പോൾ ഈ വചനം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിന് ഈ വചനം എന്താണ്? നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഹൃദയത്തിൽ ആനന്ദമുണ്ട്. ഹൃദയത്തിൽ ആനന്ദമുണ്ടെങ്കിൽ അത് മുഖത്ത് നിഴലിക്കും. അതാ അതിൻ്റെ വിലപ്പെട്ടൊരു കാര്യം. അപ്പം തിരുവചനം കൈക്കൊള്ളുമ്പോൾ നമുക്കറിയാം, 119-ാം സങ്കീർത്തനത്തിൻ്റെ 162-ാം വാക്യത്തിൽ, 119:162, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ആനന്ദം നിറയുവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ദൈവവചനം. ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ അത് വളരെ ആനന്ദകരമാണ് എന്ന് നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കഴിയും. മാത്രമല്ല, ഇന്ന് അനേകർക്കും എപ്പോഴും രോഗികളായി കഴിയാൻ കാരണം അവരുടെ ഹൃദയത്തിൽ അസാധ്യ രോഗമുണ്ടെന്നുള്ളത്. ഹൃദയത്തിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് രോഗികളായിത്തീരും. ഈ സദൃശവാക്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ് അതിൻ്റെ 17-ാം അധ്യായം, അതിൻ്റെ 22-ാം വാക്യം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. ഉണ്ടോ? അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിച്ചുള്ളൂ. നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രം പറയുക. ഇവിടെ നോക്കുക, Proverbs 17:22 ഫസ്റ്റ് പാർട്ട്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. അപ്പോൾ നമുക്കറിയാം, പലരും ഔഷധങ്ങളൊക്കെ കുടിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിയായ ആരോഗ്യത്തിൻ്റെ യഥാർത്ഥ നിയന്ത്രണം നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ അവിടെ എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്.
ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കതിൽ എപ്പോഴും ആനന്ദിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ദൈവവചനം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൊളോസ്യർ 3:16 വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന്. നോക്കുക, ഐശ്വര്യമായി, ധാരാളമായി. അപ്പം ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ നിശ്ചയമായും ആ മുഖത്തിന് ഒരു സന്തോഷമുണ്ടായിരിക്കും. എത്രയെല്ലാം പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും സന്തോഷിക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ അവസ്ഥയിൽ നമുക്ക് ആയിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മുഖത്ത് മറ്റാരിലും കാണാത്ത ഒരു സന്തോഷം. ദൈവപൈതൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ പഠിക്കുന്നുണ്ട്, മറ്റുള്ളവർ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. പലപ്പോഴും ട്രെയിൻ യാത്രയിലൊക്കെ പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ബ്രദർ ഇന്ന് വളരെ സന്തോഷവാനായി കാണുന്നല്ലോ, എന്താ കാര്യം, ഭയങ്കര സന്തോഷം മുഖത്ത്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ദൈവവചനം ധ്യാനിക്കുകയും ആത്മാവിലായിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലായില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം വായിക്കുമ്പോൾ, ഈവൻ ദൈവവചനം കേൾക്കുമ്പോൾ പോലും നമ്മുടെ ആത്മാവിലല്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര വലുതാണ്. കേൾക്കുന്ന വ്യക്തികൾ അത് സന്തോഷത്തോടെ ആത്മാവിൽ കൈക്കൊള്ളുന്നില്ല എങ്കിൽ വളരെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ പ്രതികരണങ്ങൾ, അവരുടെ മുഖഭാവം, അത് നമ്മുടെ ശുശ്രൂഷയെ വളരെ ബാധിക്കും. നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ വളരെ നോക്കണമേ. നമുക്ക് നമ്മളുടെ നോട്ടം യഥാർത്ഥത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കും. എന്നാൽ തകരാതിരിക്കണമെങ്കിൽ നമ്മുടെ ശുശ്രൂഷ വേളകളിൽ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ചെറിയ ദൃഷ്ടാന്തം, ഒരു വയലിനിസ്റ്റ് വയലിൻ വായിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രോഗ്രാം നടക്കുക, ജനങ്ങളൊക്കെ വളരെ സന്തോഷവാന്മാരായിട്ട് കൈകൊട്ടി ആർക്കുകയും അവരെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. എന്നിട്ടും ഈ വയലിൻ വായിക്കുന്ന ആ വ്യക്തിക്കൊരു സന്തോഷമില്ല. അല്ല, അങ്ങനെയല്ലേ ഇന്ന് പല പ്രസംഗരെയും നോക്കി, ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷമില്ല. പുള്ളി വലിയ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിന്നൊക്കെയാണ് പറയുന്നെങ്കിലും ആ പ്രസംഗകന് സന്തോഷമില്ല, ആ വ്യക്തിക്കൊരു സന്തോഷമില്ലാത്ത അനുഭവം നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജനം നമ്മളെ പഠിക്കുന്നുണ്ട്. നമ്മുടെ മുഖം അത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ശുശ്രൂഷയാണോ നിർവഹിക്കുന്നത്, കർത്താവിനെ തന്നെയാണോ ഉയർത്തുന്നത്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ആൾക്കാരെല്ലാം സന്തോഷിക്കുന്നെങ്കിലും ഈ വയലിൻ വായിക്കുന്ന ആൾക്ക് സന്തോഷമില്ല. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, എന്താണ് സഹോദരൻ ഇത്ര നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ? അപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്കല്ല. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ, കൈകൊട്ടുന്നുണ്ടോ, അതല്ല എൻ്റെ വിഷയം. ഇത് ആ കോർണറിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷിക്കാത്തിടത്തോളം എനിക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. എത്ര വലിയ ഒരു പരമാർത്ഥമായ കാര്യമല്ലേ? നമ്മളെങ്ങനെയെങ്കിലും സന്തോഷിക്കുകയല്ല വേണ്ടത്, നമ്മൾ നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കുക വേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് യഥാർത്ഥമായും സന്തോഷിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഈ താൽക്കാലിക സന്തോഷത്തെക്കുറിച്ചല്ല, ഇത് നിത്യമായ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്, ഓർക്കണം. അല്ലേ, ചിലർക്കിപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടിയാൽ സന്തോഷമാണ്, അല്ലെങ്കിൽ നല്ലൊരു ആഹാരം കിട്ടിയാൽ സന്തോഷം. അതൊന്നും അല്ല സന്തോഷം, അതൊക്കെ താൽക്കാലികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്നതുമാണ്. എന്നാൽ നമ്മുടെ ഒറിജിനൽ സന്തോഷം എന്നുള്ളത് ആത്മീയ സന്തോഷമാണ്. അത് നിത്യതയോടുള്ള ബന്ധത്തിലാണ്.
അത് ആത്മാവിലുള്ള ഒരു വ്യക്തിയിൽ അത് കാണണം. ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ആത്മാവിൻ്റെ ഫലം എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ആത്മാവ് ഉള്ള ഒരു വ്യക്തിയിൽ ഈ ഫലം ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മളൊരു കോപത്തിലോ നിരാശയിലോ ആണെങ്കിൽ നമ്മുടെ മുഖത്ത് ആ സന്തോഷം പ്രതിഫലിക്കത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്നിൽ കാണാൻ കഴിയുമോ? എനിക്ക് അങ്ങനെ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ കഴിയുമോ? അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഔഷധമാണ്. അവന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന, രോഗവിമുക്തനാക്കി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിലൂടെ അറിയുമ്പോഴെങ്കിലും നിങ്ങൾ ഇനിയും ആത്മാവിലാകുവാനും സന്തോഷിക്കുവാനും പഠിക്കുന്നത്, അഭ്യസിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ചില പരിസ്ഥിതികൾ നമുക്ക് നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാം. അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ മുഖഭാവം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ ഉൽപ്പത്തിയിൽ നമുക്ക് തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് വിടാം എന്ന് വിചാരിക്കുക. നമുക്കറിയാം, ആദാമിൻ്റെ മക്കളായ കയീനും ഹബേലും ദൈവത്തിന് യാഗം അർപ്പിക്കുവാനായിട്ട് പോയി. അവിടെ യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് അനുഭവം. ഹബേല് വളരെ സന്തോഷിക്കുക, എന്നാൽ കായീന് സന്തോഷമില്ല. നോക്കുക, വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ വായിക്കുന്നത് എന്താ അറിയോ? യഹോവ, ഞാനത് വായിക്കുന്നത് 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ വീപ്പാട്ടാണ്. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കണ്ടോ? അവൻ്റെ മുഖം വാടി. നോക്കുക, അപ്പം ഇവിടെ ആർക്കും ദോഷമായിട്ടുള്ള ഒന്നും ചെയ്തില്ല, എന്നാൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ വെളിപ്പെടുക. ഹാബേൽ വളരെ സന്തോഷവാനാണ്, കാരണം ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ദൈവമക്കളെ, നമ്മുടെ ഒറിജിനൽ സന്തോഷം നമുക്ക് പ്രാപ്യമാകുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. നമ്മിൽ ദൈവം സന്തോഷിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒറിജിനൽ സന്തോഷം കിട്ടൂ. ആ ആത്മാവിൻ്റെ ശരിയായ ഫലം നമ്മൾ വെളിപ്പെടും. ഇവിടെ നോക്കുക, ആബേൽ സന്തോഷിക്കുമ്പോൾ സഹോദരനായ കായീൻ അവൻ്റെ മുഖം വാടി. നോക്കുക, അവൻ്റെ മുഖം വാടി. അപ്പോൾ ഉടനെ ദൈവം അവനോട് ചോദിക്കുന്നതാണ് ആ 6-ാം വാക്യം. എന്നാറേ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാവം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നോക്കുക, വളരെ ഗഹനമല്ലേ പ്രിയമുള്ളവരെ? ദൈവം ഉടനെ തന്നെ കായീനോട് ഇടപെടുകയാണ്. കാരണം ആദിയിലെ അവസാനം അറിയാവുന്ന ദൈവം കായീന് ഒരു മാനസാന്തരത്തിന് അവസരം കൊടുക്കുകയാണ്. ദൈവം ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ എന്ന് പറയാൻ വീണ്ടും അവസരം കൊടുക്കുക. നീയും അവലിനെ പോലെ, അവനിൽ ദൈവം പ്രസാദിച്ചല്ലോ, നീയും അതുപോലെ ചെയ്യുക എന്നാ പറഞ്ഞതിന് സാരം. മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ കായീൻ എന്തെങ്കിലും തിന്മ ചെയ്തോ? ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൻ്റെ യാഗമരണത്തെ സ്മരിക്കുന്ന, ഓർപ്പിക്കുന്ന നിഴലായ ഒരു യാഗം അവിടെ ആവശ്യമായിരുന്നു. ഇത് ഹാബേൽ മനസ്സിലാക്കി. കാരണം
തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഈ കാര്യം താനത് ഗ്രഹിച്ചു. എന്നാൽ അത് ആ നിലയിൽ ഗ്രഹിക്കുവാനായിട്ട് കായിന് കഴിഞ്ഞില്ല. ചിന്തിക്കുക, വളരെ വിലപ്പെട്ട കാര്യം അവിടെയുള്ളവരെ. അർപ്പിച്ച എന്തെങ്കിലും അർപ്പണത്തിലുള്ള കുറവല്ല, എന്നാൽ അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപക്ഷമ, ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ രക്തം ചൊരിയപ്പെടണം. അത് പഴയ നിയമ വിശുദ്ധന്മാർ ഭാവിയിലേക്ക് കണ്ടുകൊണ്ട് അവർ സന്തോഷിച്ച് അവരാ വിശ്വാസത്തിൽ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ യാഗങ്ങളും നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിഴലായിരുന്നു. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം, സ്ത്രീയുടെ സന്തതി ഈ ലോകത്തിൽ വന്ന് മാനവരാശിയുടെ പാപത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുമെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് പഴയ നിയമ വിശുദ്ധന്മാർക്കും ദൈവം കൊടുത്തിരുന്നു. ആ ഒരു വിശ്വാസം ആബേൽ പുലർത്തി. അതുകൊണ്ട് ഇവിടെ ആബേലിൻ്റെ വിശ്വാസത്തെ എടുത്തു പറഞ്ഞില്ല എങ്കിലും എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായ ലേഖനത്തിൽ ഒന്നാമത്തെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആബേലിനെയാണ് കാണുന്നത്, അല്ലേ? എബ്രായർ 11:4. വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് കായിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമാണ് നമ്മൾ അർപ്പിക്കുന്ന. നമുക്കിന്ന് മൃഗയാഗമൊന്നുമില്ലെങ്കിലും സ്തോത്രയാഗമുണ്ട്. നമുക്ക് ചില യാഗങ്ങൾ ഉണ്ട്, ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി വേറൊരു സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, എങ്കിലും ഞാൻ പറയുക. അപ്പോൾ നമ്മളെല്ലാത്തിലും നന്ദി കരയറ്റുവാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. ഇവിടെ ഈ മുഖം വാടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം, വീണ്ടും പിശാചിന് അവസരം ലഭിക്കുക. ഇവിടെ കർത്താവ് ക്ലിയറായിട്ട് പറഞ്ഞു, അതിൻ്റെ 7-ാം വാക്യത്തിൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാവം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ഇതാ ഇവിടെ ഈ മുഖം വാടിയ കായിന് എന്താ പിന്നെ ചെയ്യുന്നത്? ദൈവം പറഞ്ഞ ആലോചനയെ അവൻ തിരസ്കരിക്കുന്നു, എന്നിട്ട് സ്നേഹഭാവം നടിക്കുന്നു. പ്രിയ ദൈവമക്കൾ, ഇന്ന് അനേകരിലുള്ളൊരു കാര്യമാണ് സ്നേഹഭാവം നടിച്ചുകൊണ്ട് സംസാരിക്കുക. അതിനകത്ത് വലിയ വഞ്ചനയുണ്ടെന്ന് നിഷ്കളങ്കരായ ഭക്തന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോകുന്നു. വളരെ വിവേചനത്തോടു കൂടി ഇടപെടേണ്ട ഒരു കാലയളവാണ് ഈ കാലയളവ്. വളരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ജീവിക്കണം, ഇല്ലെങ്കിൽ വലിയ വലിയ ചതിക്കുഴികളിൽ ചെന്ന് പെടാം. ഇവിടെ എന്താ സംഭവിച്ചു നോക്കിയേ. ഇവിടെ അതിൻ്റെ 8 മുതലുള്ള വാക്യം, എന്നാറേ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. കണ്ടോ, നോക്കുക. അപ്പോൾ അവൻ്റെ മുഖം വാടി. അതിന് നിവാരണം ദൈവം തന്നെ അവന് ആലോചന കൊടുത്തു. എന്നാൽ ആ ദൈവിക ആലോചനയെ സ്വീകരിക്കുവാൻ കായിൻ തയ്യാറായില്ല. അതിൻ്റെ പരിണത ഫലം എന്തായിരുന്നു പ്രിയമുള്ളവരെ? തൻ്റെ സഹോദരനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം നോക്കുക. അവിടെ സമാധാനത്തോടെ തൻ്റെ സഹോദരനോട് ഇടപെടാൻ പോലും കായിന് കഴിയുന്നില്ല. അവൻ ദൈവത്തിൽ സന്തോഷിക്കുന്നത് കാണുവാൻ അത് അവന് കഴിയുന്നില്ല. നമുക്കറിയാം ഇത് ഏത് ആത്മാവാണ്, അല്ലേ? ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും വളരെ സന്തോഷത്തിലായിരുന്നു. ഈ സന്തോഷം പിശാചിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ആ ഉപായി അവിടെ പ്രവർത്തിക്കുന്നതായിട്ട്, അവൻ വഞ്ചനയിലൂടെ ചതിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ പരസ്പരം വഴിചാരുകയാണ്. ആദാം ദൈവത്തെ പോലും വഴിചാരാൻ മടിച്ചില്ല. എത്ര ഭയങ്കരമല്ലേ? നമ്മൾ നോക്കണം പാവ വഴികൾ എത്ര നാശകരമാണ്.
കാരണം ആദാമിനോട് ദൈവം ചോദിച്ചപ്പോൾ ആദാം ഉത്തരം കൊടുത്തത് നിനക്കറിയാമല്ലോ. ആദാം ഉത്തരം പറഞ്ഞറിയോ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ പുരുഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി 3:12 വാക്യം ഞാൻ വായിച്ചു. നോക്കുക, ഇവിടെ ആദാമിൻ്റെ മനോഭാവം എന്തുവാ നോക്കി. ആ മുഖത്ത് നിർലിക്കുന്നത് എന്തുവാ? ഞാൻ വളരെ നിഷ്കളങ്കൻ, നീയും ഇവളുമാണ് തെറ്റുകാരി. നോക്കുക, ആദി ദൈവത്തിലും ആദി ഔവായിലും. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് മാറുകയാണ്. നോക്കണം, പാപം വരുത്തുന്ന ചതിക്കുഴി എത്ര ഭയാനകമാതിയോ മക്കളെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെ കാണണം. ഇല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ നഷ്ടമുണ്ടാവും. അപ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ യേശയ്യാ പ്രവചനത്തിൽ വളരെ ചിന്തനീയമായ ഒരു വാക്യം, യേശയ്യാ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായം, യേശയ്യാ 3:9, അതിൻ്റെ ആരംഭഭാഗം. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഉണ്ടോ? അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഈ പഠനം നമുക്ക് വളരെ പ്രയോജനം ചെയ്യാം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ വെറുതെ പല്ലടിച്ച് കാണിക്കുന്നതിലൂടെ പെട്ടെന്ന് നമ്മൾ മറിഞ്ഞു പോകരുത്. അതിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആ ഒരു സന്തോഷമാണോ എന്ന് നമ്മൾ വിവേചിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരാൽ വഞ്ചിക്കപ്പെടാം. അങ്ങനെയുള്ള വഞ്ചന സംഭവിച്ച അനേക സംഭവങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. കർത്താവിനെ അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വിശദമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടെ കായിൻ്റെ മുഖഭാവം മാറുന്നു. കായിൻ സഹോദരനെ കൊല്ലുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഹാബേൽ വധിക്കപ്പെടുന്നു. നോക്കുക, അപ്പോൾ നിശ്ചയമായും നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മുഖഭാവം അതെപ്രകാരമുള്ളതാണ്. ചിലരുടെ മുഖഭാവം കാണുമ്പോഴേ അറിയാം ഇവൻ ഒരു കള്ളനാണ്, അല്ലെങ്കിൽ ഇവനൊരു കൊലപാതകനാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വളരെ ഈ കാര്യങ്ങൾ തിരുവചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ഭാവിയിലും നമുക്ക് വളരെ വഞ്ചനയിൽ നിന്നും അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. അതുകൊണ്ട് മാറുന്ന മുഖങ്ങൾ എന്നുള്ള ഈ ചിന്താവിഷയം കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ആഴമായ ചില വിഷയങ്ങൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ കേൾവിക്കാരായ എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ സഹായവും അനുഗ്രഹവും ലഭിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.